വിനോദ് MLAയുടെ മികവ് 2024. എറണാകുളം നിയോജക മണ്ഡലത്തിലെ SSLC +2 പരീക്ഷയിൽ 100% വിജയം കൈവരിച്ച സ്കൂളുകളെയും ഫുൾ A+ വാങ്ങിച്ച വിദ്യാർത്ഥികളെയും ആദരിക്കുന്ന ചടങ്ങ് സെന്റ് തെരേസസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് TJ വിനോദ് MLAയുടെ അധ്യക്ഷതയിൽ കൂടിയ ചടങ്ങിൽ ISRO ചെയർമാൻ ശ്രീ S. സോമനാഥ് ഉദ്ഘാടനം ചെയ്തു. എറണാകുളം പാർലമെന്റ് മെമ്പർ ഹൈബി ഈഡൻ MP, എറണാകുളം ജില്ലാ കളക്ടർ NSK ഉമേഷ് IAS തുടങ്ങിയ പ്രമുഖർ അവാർഡ്ദാന ചടങ്ങിൽ പങ്കെടുത്തു. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് തുറക്കാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇതിനകത്ത് ഇന്ന ചാപ്റ്ററുകളാണുള്ളത്, ഇന്ന ചാപ്റ്ററുകളിൽ ഇന്ന കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി പഠിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ഒറ്റ ക്ലാസ് കൊണ്ട് അദ്ദേഹം 5-10 ചാപ്റ്റർ അന്ന് കംപ്ലീറ്റ് ചെയ്തു. ഇങ്ങനെ മറിച്ചുകൊണ്ട് പോയി പേജുകൾ മറിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഇന്ന ചാപ്റ്ററുകൾ ഇന്നതാണ്, ഇത് നിങ്ങൾ തന്നെ വായിച്ചോളണം എന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ ആരും ഫിസിക്സിൽ തോറ്റില്ല, എല്ലാവരും നല്ല മാർക്കോടുകൂടിയാണ് പാസ്സായത്. അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു രഹസ്യം എന്ന് നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ടീച്ചർമാർ പഠിപ്പിക്കുമ്പോൾ പുസ്തകങ്ങൾ അവർക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കാനോ കൈപിടിപ്പിച്ച് പഠിപ്പിക്കാനോ ശ്രമിക്കുന്നതല്ല ഒരു നല്ല അധ്യാപകൻ്റെ ലക്ഷണം. അവരിൽ ആ സബ്ജക്റ്റിനോടുള്ള താല്പര്യം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഒരാൾക്കും നിങ്ങളെ പഠിപ്പിക്കാനാവില്ല, നിങ്ങൾക്ക് സ്വയം പഠിക്കാനേ ആവുള്ളൂ. അപ്പോൾ അത് കഴിയിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത്, ഒരു അധ്യാപകൻ എന്ന നിലയിൽ, വിദ്യാർത്ഥി എന്ന നിലയിൽ നിങ്ങൾ തയ്യാറാവേണ്ടത്, ഒരിക്കലും അധ്യാപകനിൽ നിന്ന് പഠിപ്പിക്കുക എന്നുള്ള കർമ്മം പ്രതീക്ഷിക്കരുത്. ഇനി വരും വർഷങ്ങളിൽ നിങ്ങളത് കാണും. കാരണം ഇപ്പോൾ നിങ്ങൾ 10ാം ക്ലാസ്സോ പ്രീ ഡിഗ്രിയോ ഒക്കെ പാസ്സായവരാണ്. ഇനി നിങ്ങൾ പ്രൊഫഷണൽ എഡ്യൂക്കേഷനിൽ പോകും. അങ്ങനെ മറ്റു ഉയർന്ന വിദ്യാഭ്യാസ കാര്യങ്ങൾ നിങ്ങൾ നേടുന്ന സമയത്തൊക്കെ ഈ ഒരു വ്യത്യാസം അനുഭവപ്പെടും. ഞാൻ ഇതിന് ശേഷം IIT പഠിക്കാനുള്ളൊരു ആഗ്രഹം എനിക്ക് ഒരിക്കലും നടന്നില്ല. കാരണം IIT പഠിക്കുക എന്നുള്ളത് വളരെ ചെലവേറിയ കാര്യമാണെന്നാണ് എന്നോട് എല്ലാവരും പറഞ്ഞത്, എൻ്റെ കുടുംബത്തോടും പറഞ്ഞത്. അതുകൊണ്ട് IIT എൻട്രൻസ് എഴുതാൻ പോലും ഞാൻ തയ്യാറായില്ലെന്ന്. എന്നാൽ പോലും എനിക്ക് എഞ്ചിനീയറിംഗിന് അഡ്മിഷൻ കിട്ടി, ഒരു എഞ്ചിനീയറായി. പക്ഷേ IIT പഠിക്കണമെന്നുള്ള ആഗ്രഹം വളരെ എൻ്റെ മനസ്സിൽ ഞാൻ കൊണ്ടു നടന്നു. അങ്ങനെ കൊണ്ടു നടക്കുന്ന സമയത്താണ് ഞാൻ ISROയിൽ എനിക്ക് ജോലി കിട്ടിയത്. പോലും ഈ ലോകത്തിലെ മാറ്റങ്ങൾ ശ്രദ്ധിക്കുന്നവർക്ക് മനസ്സിലാവും, അത് വളരെ വേഗത്തിലാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വേഗത നിങ്ങൾ വിചാരിക്കുന്നത് ഇപ്പോഴും ഞാൻ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാനത് പറഞ്ഞത്. പങ്കെടുക്കുന്നത് ലാസ്റ്റ് ഇയറും 2023 TJ വിനോദ് MLA സംഘടിപ്പിച്ചിരുന്ന ഇതേ സെന്റ് തെരേസസ് കോളേജ് പരിപാടിയിലും എനിക്ക് ലാസ്റ്റ് ഇയറും പങ്കെടുക്കാൻ ഒരു അവസരം കിട്ടിയിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ I want to congratulate the MLA TJ വിനോദ് അവർകൾ. ഒരു ജനപ്രതിനിധി എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറും എത്രയോ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം, ഇങ്ങോട്ടും അങ്ങോട്ടും ഓടി വളരെ തിരക്കുള്ള ഒരു ജോബാണ്, എസ്പെഷ്യലി കേരളത്തിലൊരു MLAയുടെ ജോബ് എന്ന് പറയുന്നത്. ആ തിരക്കിനിടയിൽ വിദ്യാഭ്യാസത്തിന് ഇത്ര ഒരു ഇമ്പോർട്ടൻസ്, പ്രാതിനിധ്യം കൊടുത്ത് മണ്ഡലത്തിലുള്ള നല്ല മാർക്സ് വാങ്ങിയ എല്ലാ കുട്ടികളെയും ആദരിക്കാൻ ISRO ചെയർമാൻ പോലെ ഒരു ഗ്രേറ്റ് പേഴ്സണാലിറ്റി അതിനെ ഉദ്ഘാടനം ചെയ്ത് നിങ്ങളെല്ലാവരെയും ആദരിക്കുന്ന ആ ഒരു മനസ്സ് നമ്മുടെ പ്രിയപ്പെട്ട MLA TJ വിനോദ് അവർകൾ നിങ്ങൾ ഓരോരുത്തരുടെ പേരിലും ഞാൻ അഭിനന്ദിച്ചു കൊള്ളുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ഫോർ സച്ച് ആൻ ഇനീഷ്യേറ്റീവ്.